ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബലാത് എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. നേരത്തെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതി അംഗീകരിച്ചില്ല. വസ്തുതകളും വാദങ്ങളും പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധിയെന്നാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിലെ ആക്ഷേപം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സർക്കാരിന്റെയും പരാതിക്കാരിയുടെയും എതിർപ്പ് കൂടി പരിഗണിച്ചാവും സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുക. സൈഫുന്നിസ അലിയാർ നൽകും വിശദാംശങ്ങൾ. സൈഫുന്നിസ, ഗുഡ് മോർണിംഗ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ എന്തായാലും ഒരു ഊർജിതമായ തിരച്ചിൽ മറുവശത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് ഇന്നലെ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ അടക്കം SIT ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്നുണ്ടോ? സിദ്ദിഖിനെ ഇതുവരെ എവിടെയുണ്ട് എന്നുള്ള സൂചന ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? തീർച്ചയായും സിദ്ദീഖിന് വളരെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇന്ന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. അതിനുശേഷമാണ് സുപ്രീം കോടതിയെ സിദ്ദീഖ് സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ കേസ് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കോടതി. അതിനുശേഷം ഇന്നാണ് കേസ് ഇനി പരിഗണിക്കുന്നത്. കൃത്യമായി സിദ്ദീഖ് ഉയർത്തുന്ന വാദങ്ങൾ ഹൈക്കോടതിയിൽ തൻ്റെ വാദങ്ങൾ കൃത്യമായി കേൾക്കാതെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് എന്നാണ്. ഒപ്പം തന്നെ ഈ നടിക്കെതിരെയുള്ള ആരോപണം, ഹൈക്കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ സിദ്ദീഖ് സുപ്രീം കോടതിയിലും ആവർത്തിക്കുകയാണ്. ഇതുകൂടാതെ കള്ളസാക്ഷിയെ ചമയ്ക്കാൻ ഈ പരാതിക്കാരി ശ്രമിച്ചു എന്ന ആരോപണവും സിദ്ദീഖ് ഉയർത്തുന്നുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്യും. സുപ്രീം കോടതി ഇക്കാര്യം അറിയിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്നലത്തെ വാർത്തകളും കസ്റ്റഡിയിലെടുക്കലും എല്ലാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിദ്ദീഖ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ മകന്റെ 2 സുഹൃത്തുക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് മൊഴിയെടുപ്പ് മാത്രമാണ് എന്നാണ് പുറത്തിറങ്ങിയ ശേഷം ഇവർ പറഞ്ഞത്. പക്ഷേ മൊഴിയെടുപ്പല്ല, വിശദമായൊരു ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയാണ് ചോദ്യം ചെയ്തതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത് സിദ്ദീഖ് ഒളിവിൽ സിദ്ദീഖ് ഡോങ്കിളും പുതിയ മൊബൈൽ ഫോണും എല്ലാം തന്നെ എത്തിച്ചു നൽകിയത് ഈ സിദ്ദീഖിന്റെ മകന്റെ സുഹൃത്തുക്കളാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സഞ്ചരിക്കുകയും അവിടുന്ന് GPS കട്ട് ചെയ്ത് ആലുവയിലെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാനായി ഇത് നടത്തിയതും സിം കാർഡും മൊബൈൽ ഫോണും എത്തിച്ചു നൽകിയ തങ്ങളാണ് എന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. ശരി, സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഒപ്പം തന്നെ തടസ്സ ഹർജിയുമായി സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്.